കാര്യങ്ങളിൽ നാം പാടുന്നത് അല്ലേ? ഞാൻ സത്യപ്രഭയെന്നുടയവൻ അരുളി ചെയ്തു. ആ പ്രഭയിൽ ചേർന്ന് നടക്കുന്ന നമ്മളെ ഇരുൾ പിടികൂടാതിരിപ്പാൻ തക്കവണ്ണം ആ പ്രഭയോട് ചേർന്ന് നടന്നവനാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. പരിശുദ്ധനായ പരുമല തിരുമേനി എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു വിളക്കുമരത്തോട് സാമ്യപ്പെടുത്താൻ സാധിക്കും. വിളക്കുമരങ്ങളുടെ പ്രത്യേകത, വിളക്കുമരങ്ങൾ ചിലമ്പൊലി ശബ്ദങ്ങൾ കേൾപ്പിക്കാറില്ല, മറിച്ച് വഴിവകളിൽ പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിളക്കുമരങ്ങൾ വലിയ ചിലമ്പൊലി ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാറില്ല, വഴിയരികിൽ പ്രകാശം പരത്തുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് മുൻപേ ജീവിച്ച് ഈ ലോകത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും വേദനകളെയും ഒക്കെ ജീവിതത്തിൽ സ്വീകരിച്ച് സഭയ്ക്ക് എന്നും മധ്യസ്ഥനായി, അനേക നാനാജാതി മതസ്ഥർക്ക് മധ്യസ്ഥനായി നിലകൊണ്ട പരിശുദ്ധനായ പരുമല തിരുമേനി തൻ്റെ സ്വന്തം ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ സ്വയം വഹിച്ചവനായിരുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനി കാലം ചെയ്യുന്ന സമയത്ത് മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്നത് പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയായിരുന്നു. എന്നാൽ പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്ത വാർത്ത അറിഞ്ഞ് കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിച്ചില്ല എന്നതാണ് സത്യം. കാരണം ആ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനുള്ള ത്രാണി എനിക്കില്ല എന്ന് പറഞ്ഞ് മലങ്കര മെത്രാപ്പോലിത്ത സങ്കട സഹിക്കവയ്യാതെ ആ കബറടക്ക ശുശ്രൂഷയിൽ പോലും സംബന്ധിച്ചില്ല എന്നാണ് മലങ്കര സഭയുടെ ചരിത്രം. അത്രമേൽ വിലപ്പെട്ടവനായിരുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രഭയെ സ്വീകരിക്കുവാൻ ഓരോ പെരുന്നാളിലും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആ പ്രഭയിൽ ചേർന്ന് ക്രിസ്തുവിനെ കാണുവാൻ, പരിശുദ്ധനായ പരുമല തിരുമേനി അവിടുന്ന് കണ്ട ക്രിസ്തുവിൻ്റെ മുഖം കാണുവാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാകണം ഓരോ പെരുന്നാളിൻ്റെയും പ്രാർത്ഥന. ആരാണ് വിശുദ്ധൻ? വിശുദ്ധൻ എന്ന് പറയുമ്പോൾ ശരിക്കും ആരാണ് വിശുദ്ധൻ എന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ സ്വീകരിച്ചിട്ട് സ്വയം പ്രകാശിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ തങ്ങളിലേക്ക് സ്വീകരിച്ച് സ്വയം പ്രകാശിക്കുന്നവരാണ് വിശുദ്ധന്മാർ. പിന്നെയും ആരാണ് വിശുദ്ധൻ? സ്വയം മുറിക്കപ്പെട്ടവനെ കണ്ടിട്ട് തങ്ങളെ തന്നെ മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് വിശുദ്ധന്മാർ. പിന്നെ ആരാണ് വിശുദ്ധൻ? സാധാരണ ജീവിതത്തിൽ കൂടെ അസാധാരണമായ പീഡനങ്ങളെ ഏൽക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വിശുദ്ധർ. പിന്നെയോ ബോധപൂർവം പാപത്തെ ഉപേക്ഷിക്കുകയും പുണ്യത്തെ പുൽകുകയും ചെയ്യുവാൻ മനസ്സാ തയ്യാറാകുന്നവരാണ് വിശുദ്ധന്മാർ. പിന്നെയും പറയുന്നു, ലോകസുഖങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ലോകത്തെ ജയിച്ചവരാണ് വിശുദ്ധന്മാർ. പിന്നെയും ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു വിശുദ്ധന്മാർ. ആ സാക്ഷികളുടെ വലിയ സമൂഹത്തോടൊപ്പം